Dear students, നമുക്ക് ഇന്നൊരു theorem നോക്കാം. Theorem 22.5. Let X be an inapodate space. Set U1, U2, etc. be a countable orthonormal set in X. And K1, K2, etc. belongs to K. First one. If summation n, Kn, Un converges to some X in X, then inapodate X Un equal to Kn for each n and summation n mod Kn square is less than infinity. Second one, Rice-Fisher theorem. If X is a Hilbert space and summation n mod Kn square is less than infinity, then summation n Kn Un converges in X. U1, U2, etc. എന്ന് പറയുന്നത് കൗണ്ടബിൾ ഓർത്തോനോർമൽ സെറ്റ് ആണ്. K1, K2, etc. എന്ന് പറയുന്നത് സ്കെയിലേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ ഫസ്റ്റ് വൺ പറയുന്നത് സമ്മേഷൻ n Kn Un കൺവേർജസ് ടു സം എക്സ്. സമ്മേഷൻ n Kn Un എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എങ്കിൽ ഇന്നപ്രോഡക്റ്റ് എക്സ് Un ഈക്വൽ ടു Kn ആണ് ഫോർ ഈച്ച് n. And summation n mod Kn square is less than infinity. Next theorem പറയുന്നത് X is a Hilbert space and summation Kn square is less than infinity. Then summation n Kn Un converges in X. Okay, ഇതിന്റെ second part summation n നമ്മൾ നോക്കിയറിയാം mod Kn square less than infinity നമ്മുടെ സ്പേസ് ഹിൽബർട്ട് സ്പേസും ആണെങ്കിൽ ഈ സമ്മേഷൻ n Kn Un converges to some x എന്ന് നമുക്ക് പറയാം. അപ്പോൾ പ്രൂഫ് നോക്കാം. പ്രൂഫ് let x equal to summation n Kn Un. നമുക്ക് Un ഓർത്തോനോർമൽ ആണെന്ന് തോന്നിട്ടുണ്ട്. Then the orthonormality of each of the set U1, U2, etc. shows that inapodate X Un equal to K. Okay. അപ്പോൾ നമുക്കതാണ് ഫസ്റ്റ് വൺ നമുക്കതാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇന്നപ്രോഡക്റ്റ് എക്സ് യു എൻ കണ്ടുപിടിക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡ് നമ്മൾ എക്സ് യു എൻ, നമ്മൾ എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ എൻ കെ എൻ യു എൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് this one is summation inner product അല്ലേ, inner product summation n Kn Un Un. Okay, അപ്പം this is some summation j Kj inner product Uj Un എന്ന് വരും. ഓക്കെ, അപ്പം നമ്മൾ അതിനകത്തുനിന്ന് Kn കൊണ്ട് പുറത്തെടുക്കുകയാണ്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് നമ്മൾ j എന്ന് എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ സമ്മേഷൻ j Kj ഇങ്ങനെ പുറത്തു വന്നു. then some Uj Un. ഓക്കെ, നമുക്കറിയാം Uj Un രണ്ടും ഓർത്തോനോർമൽ ആണ്. അപ്പം Ujയും ജയും എന്നും ഈക്വൽ ആകുമ്പോൾ മാത്രമേ അവിടെ നമുക്ക് 1 വരൂ. ബാക്കി എല്ലാ കേസിലും അത് 0 ആയിരിക്കും. അപ്പോൾ എപ്പോഴാണോ j n ആവുന്നത് അന്നേരം നമ്മുടെ സമ്മേഷൻ j ഈക്വൽ ടു n ആവുമ്പോൾ ആ ഒരു പോസിബിലിറ്റി മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ. ബാക്കി എല്ലാം 0 ആയിട്ട് പോകും. അതായത് ഇന്നർ പ്രോഡക്റ്റ് Uj Un എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. അപ്പം Kn എന്ന് പറയുന്ന ഒരൊറ്റ ടേം മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ ഇന്നർ പ്രോഡക്റ്റ് എക്സ് Un ഈക്വൽ ടു Kn where n ഈക്വൽ ടു j. നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് സമ്മേഷൻ n mod Kn സ്ക്വയർ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു K എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് യു എൻ ആണ്. അപ്പോൾ നമുക്ക് സമ്മേഷൻ n mod Kn സ്ക്വയറിനെ നമുക്ക് സമ്മേഷൻ n mod എക്സ് യു എൻ സ്ക്വയർ എന്ന് എഴുതാം. then നമുക്ക് അറിയാം this one is x, so this one is norm x square, that one is less than infinity by Russell inequality. The next one is Rice-Fisher theorem. If X is a Hilbert space and summation n mod Kn square is less than infinity, then Kn Un converges to some x in X.
Okay, for xm equal to summation n equal to 1 to m kn un m equal to 1 2 3 etc. Then for j equal to 1 2 3 etc. m greater than j. Then നമ്മൾ xm minus xj കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ m greater than j ആയതുകൊണ്ട് നമുക്കറിയാം that one is summation m n equal to 1 to m kn un minus summation n equal to 1 to j kn un. അപ്പോൾ നമുക്കറിയാം എം വരെയുള്ള സ്റ്റേജിൽ നിന്ന് ജെ വരെയുള്ള സ്റ്റേജ് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി സമ്മേഷൻ എൻ ഈക്വൽ ടു ജെ പ്ലസ് 1 ടു എം കെ എൻ യു എൻ. ഓക്കെ, then next is norm xm minus xj square. This one equal to നമുക്കറിയാം by definition this is inappropriate xm xj then xm minus xj xm minus xj. Then xm minus xj നമുക്ക് അറിയാം that is summation n equal to j plus 1 to infinity kn un ആണ്. അപ്പോൾ രണ്ടിടത്തും നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്നും ഒരു സമ്മേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണത്. ആ സമ്മേഷനകത്തുനിന്ന് നമുക്കറിയാം ഒരു സമ്മേഷനെ പുറത്ത് വരും, ബാക്കി നമുക്ക് 0 ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണിൽ നിന്ന് കെ എനും സെക്കൻഡ് വണ്ണിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിൽ നിന്ന് കെ എൻ ബാറും പുറത്തോട്ട് വരും. അപ്പോൾ സമ്മേഷൻ എൻ ഈക്വൽ ടു ജെ പ്ലസ് 1 ടു എൻ കെ എൻ ഇൻറ്റു കെ എൻ ബാർ. ദെൻ യു എൻ ഇന്നർ പ്രോഡക്റ്റ് യു എൻ വരും. ആ ഇന്നർ പ്രോഡക്റ്റ് യു എൻ വരുന്നിടത്ത് മാത്രമേ 1 വരത്തുള്ളൂ, ബാക്കിയുള്ളിടത്തെല്ലാം 0 ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് summation n mod kn square is less than infinity. Then we can find j such that summation n equal to j plus 1 to m mod kn square is less than epsilon square. Okay, അപ്പോൾ നമുക്ക് മോഡ് സമ്മേഷൻ n മോഡ് കെ എൻ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ആ പോയിന്റിലേക്ക് നമുക്ക് ടേംസ് അടുത്തപ്പോൾ ഫോർ എക്സാമ്പിൾ 1 lakh ആണെന്ന് വിചാരിക്കാം. 1 lakhിലേക്കാണ് നമുക്ക് ചെല്ലുന്നതെങ്കിൽ ഒരു സ്റ്റേജിന് ശേഷമുള്ള ആൾക്കാരെല്ലാം അവരുടെ സം എന്ന് പറയുന്നത് കുറഞ്ഞു വരണം. ഇപ്പം ഒരു 10,000 പൊസിഷൻസ് കഴിഞ്ഞ് സം എടുത്തപ്പോഴത്തേക്കിന് നമുക്ക് 90,999 വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളൊരു അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്കൊരു ജെ ചൂസ് ചെയ്യാൻ പറ്റും. ഈ ബാക്കി സം എന്ന് പറയുന്നത് സംതിങ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ ആക്കി എടുക്കത്തക്ക രീതിയിൽ. ദാറ്റ് ഈസ് വി ക്യാൻ ഫൈൻഡ് എ ജെ സച്ച് ദാറ്റ് സമ്മേഷൻ എൻ ജെ പ്ലസ് 1 ടു എം mod kn square is less than infinity square. നമ്മൾ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് epsilon square ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ലെഫ്റ്റ് സൈഡ് ഈസ് നോം xm minus xj ആണ്. സോ നോം xm minus xj is less than epsilon. That is our sequence xm is a Cauchy sequence in x and given x is a Hilbert space. So x is Hilbert space എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x complete ആണ്. So the Cauchy sequence converges to some x in x. Okay.